വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫയൽസ്. ഓരോ ദിവസവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തെത്തുന്നത്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് പെരുമലയിൽ 23-കാരൻ 5 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അഫാൻ എന്നയാളാണ് ഇയാളുടെ പെൺസുഹൃത്തിനെയും ബന്ധുക്കളെയും അടക്കം 5 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സഹോദരൻ അഫ്സാൻ, മുത്തശ്ശി സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ, പെൺസുഹൃത്ത് ഫസാന എന്നിവരാണ് മരണപ്പെട്ടത്. ഈ അഫാന്റെ മാതാവും ഗുരുതരമായി പരിക്കേറ്റ് വെഞ്ഞാറമൂട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതീവ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതുവരെ പോലീസ് കൊലയുടെ കാരണം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വിദേശത്തെ ബിസിനസ് തകർന്നത് വൻ കടബാധ്യതയുണ്ടാക്കിയെന്നും നാട്ടിൽ പലരിൽ നിന്നായി വൻതുക കടം വാങ്ങിയത് വലിയൊരു ബാധ്യതയായി മാറിയെന്നുമാണ് ഇയാൾ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇവരെയെല്ലാം വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അഫാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ സ്വയം എത്തി കീഴടങ്ങുകയായിരുന്നു. എലിവിഷം കഴിച്ചതായി വെളിപ്പെടുത്തിയതിനെ തുടർന്ന് അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുകയാണ് പ്രതി. 2 മണിക്കൂറിനിടെ 3 വീടുകളിലായാണ് ഇയാൾ കൊല നടത്തിയത്. പെരുമലയിൽ 3 പേരെയും, ചുള്ളാലത്ത് 2 പേരെയും, പാങ്ങോട്ട് ഒരാളെയും കൊലപ്പെടുത്തി. പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിന്റെ മുത്തശ്ശിയായ, അതായത് 90 വയസ്സുകാരിയായ സൽമ ബീബിയാണ് മരണപ്പെട്ടത്. എസ് എൻ പുരം ചുള്ളാളത്താണ് പിതൃ സഹോദരൻ ലത്തീഫ്, ഷാഹിദ എന്നിവർ കൊല്ലപ്പെട്ടത്. ഇതിൽ ചിലരെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. താൻ 6 പേരെയും കൊന്നു, സഹോദരന്റെയും യുവതിയുടെയും മരണം ഉറപ്പാക്കിയെന്നും അഫാൻ വെളിപ്പെടുത്തുകയായിരുന്നു. വിവരമറിഞ്ഞ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി. 3 വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലങ്ങൾ. പോലീസിന്റെ 3 ടീം ഈ 3 സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് കൂട്ടക്കൊലയുടെ വിവരം പുറലോകം തന്നെ അറിയുന്നത്. അഫാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ പോലീസ് സംഘം പരിശോധിച്ചപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർക്ക് പോലും ഈ വാർത്ത വളരെയേറെ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ അഫാനെക്കുറിച്ച് ആർക്കും ഒരു മോശം അഭിപ്രായമൊന്നുമില്ല. ഇത്രയും ക്രൂരമായി ബന്ധുക്കളെ കൊന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് പരിസരവാസികളിൽ ഭൂരിഭാഗം പേരും മാധ്യമങ്ങളോടൊക്കെ പറയുന്നത്. ഈ സഹോദരനെ കൊലപ്പെടുത്തിയെന്നുള്ള വാർത്തയാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. എന്നാൽ 13 വയസ്സുകാരൻ സഹോദരൻ അഫ്സാനോട് പ്രതിയായ അഫാന് വളരെ നല്ല അടുപ്പമായിരുന്നുവെന്നാണ് പരിസരവാസികൾ എല്ലാവരും പറയുന്നത്. സഹോദരനുമായി 10 വയസ്സോളം വ്യത്യാസമുണ്ട്. അതിനാൽ തന്നെ അത്രയേറെ സ്നേഹിച്ചായിരുന്നു കഴിഞ്ഞിരുന്നെന്നും ഇവർ പറയുന്നു. അതൊക്കെ ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ അഫാൻ തന്നെ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. തന്റെ സഹോദരനെ നെഞ്ചോട് ചേർത്ത് നിർത്തി എടുത്തിരിക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടാൽ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസപ്പെടും. ആ കുഞ്ഞനുജനും ഇയാളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്നും വിശ്വസിച്ചിരുന്നുവെന്നുമെല്ലാം ആ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പരീക്ഷ കഴിഞ്ഞ ശേഷം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയതായിരുന്നു അഫ്സാൻ. കൊലപ്പെടുത്തുന്നതിന് മുൻപ് അഫാൻ ഭക്ഷണം കഴിക്കാൻ പുറത്തു കൊണ്ടുപോയതായും പറയപ്പെടുന്നുണ്ട്. അഫാന്റെ വീട് പൊളിച്ചാണ് പോലീസ് അകത്തു കയറിയത്. അഫാൻ തുറന്നിട്ട ഗ്യാസ് സിലിണ്ടർ പോലീസ് എത്തിയാണ് ഓഫ് ചെയ്തത്. മൃതദേഹങ്ങളിൽ മാരകമായ മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് വിവരം. ബുള്ളറ്റ് തുളച്ചു കയറിയതുപോലുള്ള മാരകമായ മുറിവുകളാണ് മൃതദേഹത്തിലുള്ളത്. അത്രയേറെ വലിയ മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു. പ്രത്യേകമായി വാങ്ങിയ ചുറ്റിക ഉപയോഗിച്ചാണ് ചിലരെ കൊലപ്പെടുത്തിയതെന്നും പറയപ്പെടുന്നുണ്ട്. പലരും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരു കാരണമായി പറയുന്നത്. എന്നാൽ അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതിനാൽ തന്നെ പോലീസിൽ നിന്നും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല. ഇയാൾ ഈ കൂട്ടക്കൊല നടത്തിയത് വിദേശത്തെ സ്പെയർ പാർട്സ് കട പൊളിഞ്ഞ വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാനാവാതെയെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന ആദ്യത്തെ മൊഴി. നാട്ടിലടക്കം പലരിൽ നിന്നായി വൻതുക കടം വാങ്ങിയിട്ടുണ്ടെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞതായാണ് വിവരങ്ങൾ. എന്നാൽ ഈ പെൺകുട്ടിയെ വീട്ടുകാർ സ്വീകരിക്കാത്തതും ഒരു കാരണമായി നാട്ടുകാരിൽ ചിലരൊക്കെ പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയുമായി വിവാഹം നടത്തണമെന്ന് വീട്ടുകാരോട് ആവശ്യപ്പെട്ടെന്നും എന്നാൽ ഇവർ സമ്മതിക്കാത്തതിലുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു. എന്നാൽ കൊലപാതകത്തിന്റെ യഥാർത്ഥ മോട്ടീവ് എന്താണെന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലെ അന്വേഷണത്തിലെ വ്യക്തമാകൂ. ശരിക്കുള്ള കാരണം അഫാൻ തന്നെ തുറന്നു പറയണം.
പിന്നെ കാര്യങ്ങൾ വ്യക്തമാക്കാനാകുന്നത് ചികിത്സയിൽ കഴിയുന്ന ഇയാളുടെ മാതാവിനാണ്. എന്നാൽ 80% പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ തന്നെ അവർക്ക് ഇതിനോടൊന്നും സംസാരിക്കാനോ പ്രതികരിക്കാനോ കഴിയുന്ന ഒരു അവസ്ഥയിലുമല്ല. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നാട്ടുകാരും സമീപവാസികളും എല്ലാം പറയുന്ന ചില വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ തന്നെ കൃത്യമായ ഒരു വിവരമല്ല ഇത്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ചിലപ്പോൾ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വന്നേക്കാം. എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും കാണാം.